ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു Y9 പ്രൈമാണ്. Y9 പ്രൈമിൽ ഫ്രണ്ട് ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറ ചേഞ്ച് ചെയ്യാത്ത റെഡി ആവില്ല. അത് Y9 പ്രൈമിൽ ഏകദേശം സെറ്റുകളിലൊക്കെ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. ബാക്ക് ബോഡി അളക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഷീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഗമ്മൊന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ബോർഡ് ക്ലീനർ, അതായത് PC ബോർഡ് ക്ലീനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം ഒഴിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മങ്ങും. ഫിംഗർപ്രിൻറ്റിൻ്റെ കേബിൾ അവിടെ കട്ടാവാതെ ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ഭാഗത്താണ് അതിൻ്റെ കേബിൾ വരുന്നത്. അപ്പം നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ബാക്ക് ബോഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ കേബിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മൾ ക്യാമറയിലുള്ള വർക്കാണ്. ഇപ്പോൾ ക്യാമറയുടെ ഭാഗത്തുള്ള സ്റ്റീൽ കാര്യങ്ങളൊക്കെ അയച്ചു ഒഴിവാക്കണം. ഇതിന് മുമ്പായിട്ട് ബാറ്ററി റിമൂവ് ചെയ്യണം. ഇനി നമ്മൾ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. ചെറിയ രീതിയിൽ പൊക്കി കൊടുക്കുക. അങ്ങനെ പൊക്കി കൊടുത്താൽ മാത്രമേ ക്യാമറ പുറത്തേക്ക് പോരുള്ളൂ. അപ്പോൾ എന്ത് ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓവറായിട്ട് ഒന്ന് പ്രസ് ചെയ്യരുത്. ഓവറായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റീൽ പൊട്ടിപ്പോവും. സ്റ്റീൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഓൺലൈനിലൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടി വരും. മാർക്കറ്റിലും ഒന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്.
നല്ല ശ്രദ്ധിച്ചു കൊടുത്ത് മാത്രം ആ കുളത്ത് ചെറിയൊരു കുളത്തുണ്ടാവും അവിടെ, ആ കുളത്തൊന്ന് റിമൂവ് ആവുന്ന വരെയുള്ള ജസ്റ്റ് ഒരു പൊക്കൽ മാത്രം കൊടുത്തിട്ട് ഒന്ന് വലിച്ചാൽ മതി. വലിച്ചാൽ ക്യാമറ പുറത്തേക്ക് പോരും. എപ്പോഴും ചെറിയ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാം. ഇനി ക്യാമറൻ്റെ മുകളിലുള്ള ആ ഗ്ലാസ് മെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായി നമ്മൾ ജസ്റ്റ് ഹോട്ട് ഗൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ചൂടാക്കി കൊടുക്കുക. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബ്ലേഡ് എടുത്തിട്ട് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അതും ശ്രദ്ധിക്കുക, പൊട്ടാതെ സൂക്ഷിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതും പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. പിന്നെ ഒരു എക്സ്ട്രാ ഷീറ്റ് എടുത്തിട്ട് ഒന്ന് വലിച്ചാൽ പോരും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഗ്ലാസ് ഒന്ന് പൊക്കിയതിന് ശേഷം നമ്മളെ ബോൾ ക്ലീനർ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പഴയ ക്യാമറ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് പ്രശ്നമൊന്നുമില്ല. പുതിയ ക്യാമറ ഒക്കെ ആണെങ്കിൽ ക്യാമറ മങ്ങിപ്പോകും. അതുകൊണ്ട് ഓൾറെഡി നമുക്ക് മാറ്റാനുള്ള ക്യാമറ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ഇനി നമ്മൾ എക്സ്ട്രാ ഷീറ്റിന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് തള്ളി കൊടുത്താൽ ക്യാമറ ഗ്ലാസ് റിമൂവ് ആവും. ക്യാമറൻ്റെ സൈഡ് ഭാഗത്തുള്ള ഗമ്മ്, പഴയ ഗമ്മുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെയാണ് നമ്മുടെ ഈ Y9 പ്രൈമിൻ്റെ ക്യാമറ ചേഞ്ച് ചെയ്യുന്ന രീതി. നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാമറ ബാക്ക് ക്യാമറ ഓൺ ആവുന്നുണ്ട്. നമ്മളെ കംപ്ലൈൻറ്റ് ബാക്ക് ക്യാമറ അല്ല, ഫ്രണ്ട് ക്യാമറ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.